വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് NS 400C ആണ്. 350C ആണ്. നമ്മുടെ പുതിയ GST റീഫോമിന് ശേഷം ഇതും 350cc ആയിട്ടുണ്ട്. മറ്റേ ട്രയംഫ്, KTM, ഡോമിനാറൊക്കെ പോലെ. സോ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ 2025 നമ്മുടെ GST റീഫോം ഉണ്ടായിരുന്നു. സോ സ്ലാബുകളിൽ വ്യത്യാസം വന്നു. ഒരുപാട് വണ്ടിക്കൊക്കെ വില കുറഞ്ഞു, കാറുകളുടെയൊക്കെ ടാക്സ് കുറച്ചു. ബട്ട് 350cc മേലുള്ള വണ്ടിക്ക് ഇപ്പോൾ 40% ടാക്സ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. നേരത്തെ 28% പ്ലസ് 3% സെസ്സും ആയിരുന്നു. GST ബെനിഫിറ്റ് കിട്ടാനായിട്ടാണ് ഇപ്പോൾ ബജാജ് ഉൾപ്പെടെ ട്രയംഫ് ആയാലും KTM ആയാലും ഇപ്പോൾ 350cc കുറച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ വെറും 18% ടാക്സ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ കഥ. ഇപ്പോൾ ഇതിന് ഓൺ റോഡ് പ്രൈസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 2.46 എങ്ങാണ്ടായിരുന്നു, ഇപ്പോൾ 2.39 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലുക്ക് വൈസ് ഒരു മാറ്റില്ല. ഇറ്റ്സ് ലുക്ക് വെരി മച്ച് സിമിലർ. വെരി മച്ച് അല്ല, പഴയത് തന്നെയാണ്. ഈവൻ കളർ സ്കീം പോലും. ഇത് ഐ തിങ്ക് NS 400 തേർഡ് ഇറ്ററേഷൻ ആണ്. ആദ്യം ഒരു മോഡൽ ലോഞ്ച് ചെയ്തു, പിന്നീട് അതിന് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് ലൈക്ക് അപ്പോളോ H1 ടയേഴ്സ് കൊടുത്തു, സിൻഡയുടെ ബ്രേക്ക് പാഡ്സ് കൊടുത്തു, ഫോർജ്ഡ് പിസ്റ്റൻസ് കൊടുത്തു, നിക്കസൽ കോട്ടിങ്ങുള്ള ഹെഡ് കൊടുത്തു. സോ അങ്ങനെ കുറച്ച് മാറ്റങ്ങളായിട്ട് സെക്കൻഡ് ജനറേഷൻ വന്നായിരുന്നു. അതിൻ്റെ പവർ 40 to 43 bhp ആയിട്ട് കൂടി. ആ ഒരു വണ്ടി നമുക്ക് അൺഫോർച്യുനേറ്റ്ലി ഓടിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. ആ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നാണ് പവർ ഷിഫ്റ്റോ സ്പോർട്ട് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലച്ച്ലെസ് ആയിട്ടുള്ള അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഇവിടെ കാണാൻ പറ്റും. ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ക്വിക്ക് ഷിഫ്റ്റർ സെൻസറോ കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്റ്റെഡ് നമ്മുടെ ഗിയർ പൊസിഷൻ സെൻസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഫ്യൂലിംഗ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ക്ലച്ച്ലെസ് ആയിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ചെയ്യും കേട്ടോ. ബട്ട് ശ്രദ്ധിക്കുക, ഇത് സ്പോർട്സ് മോഡിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഈ വണ്ടിക്ക് ആക്ച്വലി 4 മോഡ് വരുന്നുണ്ട്. റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് എന്നിങ്ങനെ 4 മോഡ് വരുന്നുണ്ട്. അതിൽ സ്പോർട്ട് മോഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു പവർ ഷിഫ്റ്റ് എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എഞ്ചിനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കാണാനായിട്ട് പറ്റും 349cc ആയിട്ടുണ്ട്. അതായത് ബോറിലവരും ചെയ്തിട്ടില്ല. സ്ട്രോക്ക് സൈസ് റെഡ്യൂസ് ചെയ്തു. മേറ്റഡ് വിത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് സ്ലിപ്പ് ആൻഡ് ക്ലച്ചും വരുന്നുണ്ട്. ക്ലച്ച് പുള്ളൊക്കെ പറയണം വളരെ ലൈറ്റ് ആണ്. നമുക്ക് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും റിയർ ലോക്കിങ് ഹോപ്പിംഗ് ഒന്നും ആവില്ല. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 43 bhp അറൌണ്ട് 2.5 bhp കുറഞ്ഞിട്ട് 40.6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ടോർക്കിൽ നല്ല കുറവുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 35 ഇപ്പോൾ 33.2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വിച്ച് ഷെയിം. പവർ ഇരിക്കുന്നത് 200 RPM മേളിലും ടോർക്ക് ഇരിക്കുന്നത് അറൌണ്ട് 1000 RPM മേളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഗ്രഷൻ പോയി. നേരത്തെ പ്രോഗ്രസീവ് പവർ ഡെലിവറി ആയിരുന്നു. നമ്മളൊരു 5000-4000 RPM വരെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് കയറുന്ന ഒരു ഫീലില്ലേ, അത് കുറച്ചും കൂടി നാച്ചുറലായി, എന്താ പറയുക, കുറച്ചും കൂടി സിവിലൈസ്ഡായി. ആ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ബട്ട് മോർ ലീനിയർ എന്ന് വേണം പറയാനായിട്ട്. 4500 5000 കിട്ടിയിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അറൌണ്ട് 6000 വരെ പോകണം. പ്രീവിയസ് ജെൻ ഡോമിനാറോ അല്ലെങ്കിൽ NS 400 ഓടിച്ചുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും വണ്ടി ഒന്ന് സോഫ്റ്റൺ ആയിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ കുറച്ച് അഗ്രഷൻ കുറച്ച പോലെ തോന്നി. ഇത് കമ്പയർ ടു പ്രീവിയസ് ആണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ യെസ്, ഇത് വളരെ പവർഫുള്ളാണ്. ഇത് ഒരു തരത്തിലും ബിഗിനർ ഫ്രണ്ട്ലി അല്ല. നല്ല പവർ ഉണ്ട്. 40 bhp എന്ന് പറഞ്ഞത് ഒട്ടും ജോക്കല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ലുക്ക് വെരി മച്ച് സിമിലർ ആസ് ദി പ്രീവിയസ് വൺ. ഞാൻ ജസ്റ്റ് കയറുന്ന കാണിച്ചു തരാം. നമുക്ക് 807 mm ആണ് ഈ വണ്ടിക്ക് സീറ്റ് ആയിട്ട് വരുന്നത്. ഡോമിനാറിനേലും 7 mm കൂടുതലാണ്. റൈഡിംഗ് പൊസിഷൻ കാണാം. വളരെ ഫ്ലാറ്റ് പോലെ ഇരിക്കുന്ന ഹാൻഡിലാണ്. കുറച്ച് അങ്ങോട്ടേക്കാണ് ഈ ഹാൻഡിലിരിക്കുന്നത്. കൂടാണ്ട് തന്നെ അത്യാവശ്യം വൈഡാണ് ഒരു ഹാൻഡിൽ. കൈ ഏറെക്കുറെ നിവർന്നിരിക്കുന്ന ഒരു ഫീലാണ്. നമുക്കിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഫീലൊന്നും വരുന്നില്ല. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ചില സെൻസിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഫ്രണ്ടിലേക്ക് ഒരു ലീൻ പൊടിക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ലുക്ക് വെരി സിമിലർ ടു ദി NS 200, NS 125 ആൻഡ് NS 160. ഒരു കോക്പിറ്റ് വ്യൂ മാത്രമാണ് കുറച്ചൊന്ന് മാസീവായിട്ട് പ്രൊണൗൺസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചങ്കിയർ ഫോർക്കായാലും സ്വിച്ച് ഗിയേഴ്സ് ആയാലും മിറേഴ്സ് ആയാലും കുറച്ചൊന്ന് പ്രീമിയം പോലെ തോന്നുന്നുണ്ട്. മൊത്തത്തിൽ വണ്ടി ടോപ്പിൽ കയറിയിരിക്കുന്ന ഒരു ഫീല് വരും. കുഴിയിലിരിക്കുന്ന ഒരു ഫീൽ ഇല്ല ഈ വണ്ടിക്ക്. ഫ്രണ്ടിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഹെഡ്ലൈറ്റൊക്കെ സെയിം ആണ്. ആ ഒരു ഇടിമിന്നൽ DRലോട് കൂടിയ ഹെഡ്ലൈറ്റാണ്. വിത്ത് പ്രൊജക്ടറൊക്കെ കാണാനായിട്ട് പറ്റും. കാണിച്ചു തരാം. കാണാൻ പറ്റണമെന്ന് പറഞ്ഞോടാ. യെസ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാറിലൊക്കെ വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. അടിച്ചു പോയാ ഇല്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റോഡ് സൈഡിൽ ഈ ഒരു കോഷൻ ലാമ്പ് ഇട്ടിട്ട് കീ വരെ എടുക്കാനായിട്ട് പറ്റും. അത് സ്റ്റിൽ ബ്ലിങ്ക് ചെയ്യും. പിന്നെ നമുക്ക് ചങ്കിയറായിട്ടുള്ള വളരെ മാസീവ് ആയിട്ടുള്ള 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് കാണാനായിട്ട് പറ്റും. വളരെ മാസീവ് ആണ് കേട്ടോ. താഴെ കാണാം വളരെ മാസീവ് ആയിട്ടുള്ള 300 mm ഡിസ്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ജനറേഷനാണ് ഇവർ ഇതൊരു ഈ സെൻറ്റർ പാർട്ട് ഇങ്ങനെ ബ്ലാക്ക് അടിച്ച് കൊണ്ടുവന്നു. പ്രീവിയസ്ലി ഇത് ഫുൾ ഇങ്ങനെ സിൽവർ ഫിനിഷ് ആയിരുന്നു. പിന്നെ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ ഇപ്പോൾ അപ്പോളോ H1 ടയേഴ്സ് വരുന്നത്. 110 സെക്ഷൻ്റെ അപ്പോളോ H1 ടയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്രില്യൻ ടയേഴ്സ് ആണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ബ്രേക്കിംഗ് ഡ്യൂട്ടീസ് നോക്കി കഴിഞ്ഞാൽ ഗ്രമേക്കയാണ്. ബട്ട് ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് വണ്ടിക്ക്
സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് വരുന്നുണ്ട്. പിന്നെ യെസ് മൂവ് ടു സൈഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ് കേട്ടോ. ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഇത്രയും ഭാഗം മാത്രമാണ്. പിന്നെ യെസ് എഞ്ചിൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഒരു 40 PS 33 Nm ടോർക്കോടുകൂടിയ ഒരു എഞ്ചിൻ, അടിപൊളി സൗണ്ടാണ് കേട്ടോ പറയണം. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സാഡ്ലി അലുമിനിയം സ്വിംഗാമൊന്നും വരുന്നില്ല. നമുക്ക് ഇപ്പോഴും ബോക്സ് സെക്ഷൻ സ്വിംഗാമാണ് വരുന്നത്. പിന്നെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ, റിയർ മോണോഷോക്ക് കാണാം. ഇതൊരു മീഡിയം സൈഡാണ് ഇപ്പോൾ കിടക്കുന്നത്, കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡിലേക്കാണ് ഇരിക്കുന്നത്. 150 സെക്ഷൻ ടയർ ആയിട്ടുണ്ട്. നേരത്തെ ഫസ്റ്റ് ജെൻ NS400C 140 സെക്ഷൻ ആയിരുന്നു, അത് ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അവർ 150 സെക്ഷൻ ടയർ ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് ഇവിടെയൊക്കെ. NS200 കമ്പയർ ഇതുണ്ടോ കുറച്ചിങ്ങനെ എക്സ്റ്റെൻഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് സ്വിച്ച് ഗിയർ പോയി കഴിഞ്ഞാൽ ഇവിടെ പാസ് കാണാം, ജോയ്സ്റ്റിക്ക് കാണാം, സെലക്ട് ആൻഡ് ഇൻഡിക്കേറ്റർ, യു ഗാട്ട് ദ ഹോൺ. ഇവിടെ കോഷൻ ലാമ്പ് ഉണ്ട്, എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പ്രൊജക്ടർ ഇല്ലേ വട്ടം, അതുപോലെ നമുക്ക് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിന്നർ DRലിട്ട് മാത്രമായിട്ട് ഓടിക്കാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു USB ചാർജറും കൊടുത്തിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി അറൗണ്ട് 30 ലിറ്റേഴ്സ് ആണ്. മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 33-35 കിട്ടും. അത് വെറുതെയാണ്. റിയൽ ലൈഫിൽ ഒരു 28-29 ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ റൈഡ് ബൈ വയർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് 4 മോഡ് കിട്ടിയത്. അത് കൂടാണ്ട് വണ്ടിക്ക് ട്രക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. സോ അതായിരുന്നു നമ്മുടെ NS400C 350C വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ ബജാജിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എളംകുളത്തുള്ള പോപ്പുലർ ബജാജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. സോ അടുത്തൊരു വീഡിയോ കാണുന്നൊരു ബൈ, ചിയേഴ്സ്.